ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീൻസും ക്യാരറ്റും കൂടി ഒരു തോരൻ വെക്കുക കേട്ടോ. ഈ ചേച്ചി എന്താ ബീൻസും ക്യാരറ്റും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ വെക്കാമെന്ന് അങ്ങനെയൊക്കെ ചോദിക്കൂലേ? അങ്ങനെ ചിന്തിച്ചില്ലേ ഇപ്പോൾ നിങ്ങൾ? പക്ഷേ ഇതെന്താ അറിയോ, ഞാൻ ഒരു പ്രാവശ്യം മോക്ക് കൊടുത്തു വിടാൻ വേണ്ടി കോളേജിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടി ബീൻസും ക്യാരറ്റും തോരനാണ് തലേ ദിവസം രാത്രി ഒക്കെ തീരുമാനിച്ച് വെച്ചത്. ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. രാവിലെ ഇതൊക്കെ വെക്കാൻ വേണ്ടി പോയപ്പോൾ അവൾക്ക് പച്ചമുളക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ മുളക് പൊടിയാണ് ഇഷ്ടം. പക്ഷേ അന്ന് ഞാൻ മുളക് പൊടി മറന്നുപോയി. എൻ്റെ കയ്യിലുണ്ടായില്ല, തീർന്നിരുന്നു, വാങ്ങിക്കാനും മറന്നുപോയി. പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യണേ വേറെ, കാരണം 7 മണിക്കൊക്കെ പോകണം, അതിന് മുമ്പൊക്കെ ആവണേലോ, റെഡി ആവണേലോ. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു അറിയോ, ദോശയ്ക്ക് നമ്മൾ ചട്നിപ്പൊടിയില്ലേ, ദോശയുടെ ചട്നിപ്പൊടി, പെട്ടെന്ന് എൻ്റെ ചിന്ത അങ്ങോട്ടാണ് പോയത്. വേഗം ആ ചട്നിപ്പൊടി ഇട്ടു, ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു വിട്ടു. പക്ഷെ അത് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്താണെന്ന് ചോദിച്ചാൽ, ദോശപ്പൊടി എന്ന് പറയുമ്പോൾ ഉഴുന്നുപരിപ്പുണ്ട്, പിന്നെ എള്ളുണ്ട്, കായമുണ്ട്, മുളക് പൊടിയുണ്ട്, മുളകുണ്ട്, ഇങ്ങനെ എല്ലാം കൂടി മിക്സായ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അതുപോലത്തെ ഒരു തോരനാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എൻ്റെ സ്ഥിരം ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഉഴുന്നുപരിപ്പും വറുത്തു, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു സവാളയുടെ പകുതി കേട്ടോ എടുത്തോളൂ, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ചേർക്കാം കേട്ടോ. ഏകദേശം 1/4 കിലോ വെച്ചാട്ടോ എടുത്തേക്കണത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, കാരണം അറിയാലോ നമ്മൾ ആ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ദോശയ്ക്ക് നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ള ചട്നിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാവുമ്പോൾ കടലപ്പരിപ്പ് ഉണ്ടാവും, ഉഴുന്നുപരിപ്പ് ഉണ്ടാവും, മുളക് പൊടി ഉണ്ടാവും, കായം ഉണ്ടാവും, എള്ളുണ്ടാവും, അങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടിരിക്കും. അത് കാരണം ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ആ പൊടിയിൽ കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ, അത് കാരണം വേറെ ഉപ്പൊന്നും ചേർക്കണില്ല. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് വേകട്ടെ, അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് നേരം വേവിക്കാം. പിന്നെ ഇത് നാളികേരം ജീരകവും കൂടി കേട്ടോ ഒന്ന് ചതച്ചെടുക്കാനാണ്. കണ്ടില്ല, അപ്പോഴത്തേക്കും 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയായിട്ട് ഞാൻ വെച്ചത്. പെട്ടെന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടി. പിന്നെ ആ നാളികേരവും ജീരകവും കൂടി ഇട്ട് ചതച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ആ ചൂടിൽ, അതായത് ആ ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ, ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കേട്ടോ കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. അങ്ങനെ നല്ലൊരു വെറൈറ്റി ബീൻസ് ക്യാരറ്റ് തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ പൊതിച്ചോറ് കൊണ്ടുപോകണവർ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോകണവർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.